പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. ഷൈനിയുടെ പ്രശ്നം ഒറ്റപ്പെട്ടതല്ല. ഇതുപോലെ ധാരാളം പ്രശ്നങ്ങൾ, ഒത്തിരി വേദനിക്കുന്ന ഹൃദയങ്ങൾ, ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഭാര്യമാരുടെ എണ്ണം ഇനിയുമുണ്ട്. ഭാര്യമാരുടെ പീഡനം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളും ഉണ്ട്. മക്കളുടെ പീഡനവും ഭീഷണിയും ഏറ്റുകിടക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഇടവക വൈദികരെ അറിയിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അറിയിച്ചു, ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞ സംഭവം എനിക്കറിയാം. പ്രിയ സഹോദരരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നീതി എന്ന സത്യം എന്ന നീതി, ഇത് രണ്ടും ചേർന്ന് യേശു ഇല്ലാത്ത ഒരു പൊള്ളയായ സംവിധാനമാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്തു വിശ്വാസവും സഭാവിശ്വാസവും. ക്രിസ്തുവിനെ എടുത്തു ദൂരെ കളഞ്ഞു, ആറ്റിൽ കളഞ്ഞു. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, അതുകൊണ്ട് അതിപ്രകാരമാണ്: എഫ്രായിമിന്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവിടെ പറന്നകലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറന്നകുന്നു എന്നാണ് അർത്ഥം. എഫ്രായിമിന്റെ മഹത്വം എന്ന് പറയുന്നത് അന്നത്തെ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ കത്തോലിക്ക സഭയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ എടുത്ത് ദൂരെ കളഞ്ഞു, ക്രിസ്തുവിനെ എടുത്ത് ആറ്റിലെറിഞ്ഞു. നീതിപീഠം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലില്ല, പലയിടത്തുമില്ല, കുടുംബത്തിലില്ല, പല ഇടവകളിലുമില്ല, സഭയ്ക്കുള്ളിലില്ല, ആഗോള സഭയിലില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് കുർബാന തർക്കം എന്നൊക്കെ പേര് ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നത്. എവിടെയാണ് നീതി, കരുണ, സ്നേഹം? പ്രിയപ്പെട്ടവരെ, എൻ്റെ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണമേ, എൻ്റെ ഭവനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകളെ വിളിച്ചു പറയുമ്പോൾ ഇത്തരം പീഡനങ്ങളുടെ കഥകൾ വീണ്ടും നമ്മുടെ സഭകളിൽ, ഇടവകളിൽ, നമ്മുടെ രൂപതകളിൽ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് ഇനിയുമുണ്ട്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട് തീരുന്ന പ്രശ്നം അതല്ല. ഈ ഷൈനിയുടെ പ്രശ്നം കൊണ്ട് തീരുന്നില്ല പ്രശ്നം. സഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും അതീവ രഹസ്യമായി നടക്കുന്നുണ്ട്. അതീവ രഹസ്യമായി എന്നെ ഫോണിൽ വിളിച്ച് പറയുന്ന പലരും പറയുന്നത് വലിയ പീഡനം ഭവനത്തിൽ നടക്കുകയാണ്. മരുമകളുടെ പീഡനം കൊണ്ട് ശ്വാസം വിട്ടുന്ന അമ്മായിമ്മയുടെ പ്രശ്നമുണ്ട്. കാരണം മകൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ്. ആ ഭാര്യയ്ക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പിറ്റേ ദിവസം ഡൈവോഴ്സാണ്. അപ്പം മകൻ വിധവനാകുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ സഹിക്കുകയാണ്. ആ സഹനമെന്ന് പറയുന്നത് അമ്മയെ പിടിച്ചുകൊണ്ട് കസേരയിൽ ഇരുത്തിട്ട് പറയും, അനങ്ങിപ്പോരുത്, ആ കസേരയിൽ ഇരുന്നോണം, അവിടുന്ന് ഞാൻ പറയാതെ എണീക്കരുത്, ഞാൻ തരുന്ന ഭക്ഷണം കഴിച്ചോണം, എനിക്കെതിരെ ഒരു വാക്ക് പോലും നിങ്ങളുടെ മകനോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ സെക്കൻഡ് ഞാൻ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്ത്, നിങ്ങളുടെ മകനെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. അപ്പോൾ അമ്മ പേടിച്ച് വിരച്ച് പറയുകയാണ്, മകളെ നീ പോകരുത് മകളെ, എൻ്റെ മകൻ ഒരു ഭാര്യ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ നീ, ഇട്ടേച്ച് പോകല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്ന മരുമകളുമാർ, പീഡിപ്പിക്കുന്ന അമ്മായിപ്പന്മാർ, കൊടും പീഡനം കൊടുക്കുന്ന ഇതുപോലത്തെ ഭർത്താക്കന്മാർ, മക്കളുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെ വേറെ പോയി താമസിക്കുന്ന അപ്പനെ എനിക്കറിയാം. എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ തീരില്ല പ്രിയപ്പെട്ടവരെ. ഇത് എന്തിൻ്റെ പോക്കാണ്, എന്തിൻ്റെ അവസാനമാണ്, എന്തിൻ്റെ ആരംഭമാണിത്? ഇത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള മഹാപീഡനത്തിൻ്റെ മുന്നൊരുക്കമാണ് പ്രിയ സഹോദരരെ. ഇതുകൊണ്ട് ഈ ഷൈനിയെ പോലെ നിശബ്ദമായി സഹിക്കുന്ന അനേകം സ്ത്രീകളെ എനിക്കറിയാം. നിശബ്ദമായി സഹിക്കുന്ന അപ്പന്മാരെ അറിയാം. നിശബ്ദമായി സഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദന എനിക്കറിയാം. 2 കുഞ്ഞുങ്ങളുടെ അമ്മ സ്നേഹനിധിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ കഥകൾ അതുമറിയാം. ഇതിനെല്ലാം പല രീതിയിൽ സമൂഹത്തിൽ, സഭയിൽ നടക്കുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു പോയ സഭ. അമിതമായ ഭക്ഷണ ആസക്തി, അമിതമായ ധനാഢ്യം, അമിതമായി വൈദികരുടെ കയ്യിലും സഭയ്ക്കുള്ളിലും കുന്നുകൂടിയ പണം, കോടാനുകോടി രൂപ ഇട്ട് അമ്മാനമാടുന്ന ഫൊറവന ദേവാലയങ്ങൾ, ബസലിക്ക ദേവാലയങ്ങൾ, വൈദികർ, മെത്രാന്മാർ കോടാനുകോടി രൂപ ഇട്ട്
അമ്മാനമാടുന്നവർ. ആരാണ് കൊടുത്ത ഈ പണം? ഈ പാവപ്പെട്ട വിശ്വാസി എന്ന് പറയുന്ന പാവപ്പെട്ടവർ. ഇന്ന് നമുക്കറിയാം, ഇന്ന് മാർച്ച് മാസം, ഇന്ന് 3, 4, 5 തീയതിയാണ്. ഈ കാലഘട്ടത്തിൽ വെയിലിൻ്റെ ചൂട് എത്ര ഭയങ്കരമാണ്. ആ ഭയങ്കരമായ തീപ്പൊള്ളുന്ന ചൂട് സഹിച്ചുകൊണ്ട് 1000 രൂപയ്ക്ക് രാവിലെ 8 മണി വൈകിട്ട് 5 മണി വരെ മൈക്കാടുമാരായിട്ടും മേസ്തിമാരായിട്ടും നിന്ന് പണിയെടുത്ത് കിട്ടുന്ന ആ പൈസ കൊണ്ട് ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിൽ നിന്ന് കൈനീട്ടുന്ന വൈദ്യരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന പണം അവർക്ക് കുർബാനയായിട്ടും നേർച്ചയായിട്ടും നൊവേനയായിട്ടും പള്ളിപ്പിരിവായിട്ടും തിരുനാൾ പിരിവായിട്ടും സിമിത്തേരി പിരിവായിട്ടും പിരിവിൻ്റെ ഒരു പട്ടാഭിഷേകം വരുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിലല്ലേ എന്ന് ഓർത്ത് പണം ഇട്ടുകൊടുക്കും. മറ്റ് സംഭാവനകളായിട്ട് അവർക്ക് കിട്ടുന്ന പണം അത് വേറെ. കോടാനു കോടി രൂപയിട്ട് അമ്മാനമാടുന്ന നമ്മുടെ സഭാ നേതൃത്വത്തിൽ നിന്നും നീതി ലഭിക്കാതെ വന്ന കഥകൾ ഇന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട. ഇന്നും ഒരു വിധവയായ സ്ത്രീ, വിധവയല്ല, അവരെ ഭർത്താവ് ഉപേക്ഷിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ വേറെ മാറി താമസിക്കുകയാണ്. അവിടെ നിരന്തരമായിട്ട് ചെല്ലുന്ന സഭാ നേതൃത്വത്തിലെ ചില വ്യക്തികൾ, വൈദികർ തന്നെ, പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ കിടക്കുവാണ്. ഇത് പറഞ്ഞാൽ തീരില്ല. ആ സഹോദരിയൊക്കെ വിളിച്ചു പറയുകയാണ്, ബ്രദറെ പ്രാർത്ഥിക്കണം, സന്ധ്യയായാൽ വാതിൽ മുട്ടുമ്പോൾ എന്ന് പേടിച്ചാണ് കിടക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ പോയി, അതങ്ങനെ പോയി. ഭർത്താവ് പോയെന്ന് കണ്ടപ്പോൾ വാതിലെ മുട്ടുന്ന വൈദികർ. ഇത് പറയാൻ കൊള്ളുന്ന വിഷയമല്ല പ്രിയ സഹോദരങ്ങളെ. വേദനയോടെ പേഷിയോടെ കിടന്നുറങ്ങാൻ ഭയപ്പെടുന്ന സ്ത്രീകൾ. എവിടെയാണ് നമ്മുടെ സഭ? എവിടെയാണ് നമ്മുടെ വിശ്വാസം? ഏത് ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്? വിഷമത്തോടെ സങ്കടത്തോടെ ഹൃദയം പൊട്ടുന്ന വേദനയോടെ പറയുകയാണ്, പെണ്ണ് കെട്ടി ജീവിച്ചുകൂടെ ഈ മെത്രാന്മാർക്കും വൈദികർക്കും? ഇത്ര സഭയെ നശിപ്പിക്കണോ? എത്ര ദുഷ്ടതയാണ് ഇവർ കാണിക്കുന്നത്. അതിഭയാനകമാണ് പ്രിയ സഹോദരി, അതിഭയാനകം. അതുകൊണ്ട് ഒരു ശൈനിയിൽ തീരുന്നതല്ല ഈ പ്രശ്നം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെല്ലാവരുടെയും കണ്ണും കാതും തുറന്നു വയ്ക്കണം. ഓരോ സഭാവിശ്വാസിയും ഓരോ ഇടവക്കാരനും കണ്ണും കാതും നല്ലവണ്ണം ശ്രദ്ധിച്ചു വെക്കണം. നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ ചലനങ്ങൾ എങ്ങോട്ടാണ് അവർ പ്രവർത്തിക്കുക, എന്താണ് പ്രവർത്തിക്കുന്നത്? ബുദ്ധിയും വിവേകവും ഉണരേണ്ട സമയമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കുറച്ച് വൃത്തികെട്ട ക്രിസ്ത്യാനികളായിട്ട് ചുമ്മാ പോയി കൈ കൂപ്പിന്ന് വാരി വിഴുങ്ങി വായിലോട്ട് വെച്ചിരുന്ന് വിഴുങ്ങിപ്പോയിരുന്ന സ്വഭാവം കൊണ്ട് ജീവിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആരുടെ ക്രിസ്തുവായിട്ട് മാറണം. ക്രിസ്തുവിൻ്റെ ധീരതയും വിശുദ്ധിയും ജ്ഞാനവും ക്രിസ്ത്യാനിക്കുണ്ടാവണം. ഇവർ പറയുന്ന മുഴുവൻ കെട്ടി വിഴുങ്ങാനുള്ളതല്ല നമ്മുടെ വിശ്വാസം. ക്രിസ്തുവിൽ ആഴപ്പെടണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇതാണ് വിശുദ്ധ ഗ്രന്ഥം പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴപ്പെടണം, സഭയിലല്ല ആഴപ്പെടണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എറണാകുളം അങ്കമാലി രൂപതയിൽ ചില വിഷയങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്തുവിൽ ആഴപ്പെട്ടില്ല, സഭയിൽ ആഴപ്പെട്ടു. സഭയിലല്ല നമ്മൾ ആഴപ്പെടേണ്ടത്, മെത്രാന്മാരിലോ അച്ഛന്മാരിലോ അല്ല ആശ്രയിക്കേണ്ടത്. അവരുടെ വാക്കിനല്ല വില കൊടുക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ വാക്കിന് വില കൊടുക്കണം. അത്യാവശ്യം കൂതാശകൾ മേടിച്ച് മാത്രം അവിടെ പോയി നമുക്ക് ബന്ധപ്പെട്ട് വരാം. ബാക്കി വചനം മതി, ഈ തിരുവചനം വായിച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസിയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ കാലഘട്ടം മുതൽ ക്രിസ്തുവിൽ ആഴപ്പെട്ടതും എനിക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നതും ഈ വ്യാഖ്യാനം വരം ലഭിച്ചതും എല്ലാം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ച് ആരാധിച്ച് ഞാൻ നടക്കുമ്പോഴും എടുക്കുമ്പോഴും പണിയുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര ചെയ്യും. കർത്താവിൻ്റെ 2-3 വചനം ഞാൻ ഹൃദയത്തിൽ വെച്ച് അതിങ്ങനെ ആലോചിച്ചും വ്യാഖ്യാനം ചോദിച്ചും പ്രാർത്ഥിച്ചും. കർത്താവായ യേശു ക്രിസ്തു ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നും ഉപകരിക്കുന്നില്ല. യോഹന്നാൻ 16:13 സത്യാത്മാവ് വരുമ്പോൾ അവൻ നിന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും, അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ഇങ്ങനെയുള്ള വചനങ്ങൾ എടുത്തു വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ പ്രിയ സഹോദരനെ. രാത്രി കർത്താവ് സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദർശനത്തിലൂടെ സംസാരിക്കും, അല്ലാതെ നേരിട്ട് ശബ്ദം കേൾക്കാൻ പറ്റും. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. സഭയെ നോക്കി ദൈവത്തിലെത്താമെന്ന് ആരും വിശ്വസിക്കരുത്. സഭയെ നോക്കി ആരും സ്വർഗത്തിലെത്തുകയില്ല, പാതാളത്തിലെത്തും. ഒരു സംശയം വേണ്ട, തെളിവ് സഹിതം ഞാൻ തരാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ കൗതാശിക തലത്തിലെ കൂതാശികൾക്ക് വേണ്ടി മാത്രം ദേവാലയത്തിൽ പോവുകയും ഈ പുരോഹിതരെ സമീപിക്കുകയും ചെയ്യാം. ബാക്കി ഒരു കാര്യങ്ങൾക്കും, ഒരു പള്ളിപ്പെരുന്നാളിനും പോകരുത്, ഒരു നൊവേനയ്ക്കും പോകരുത്, ഒരു സഭയുടെ മറ്റ് ഈ കാണുന്ന എല്ലാ ചടങ്ങുകളും, വിശുദ്ധ ബലിയും ഒരു കുമ്പസാരവും മാത്രം, ഒരു വിവാഹവും അതിൻ്റെ കാര്യങ്ങളും മാത്രം. ബാക്കി ഒന്നിനും നിങ്ങൾ സംബന്ധിക്കരുത്, ഒന്നിനും പുറപ്പെട്ട് പോകരുത്. ഇത് ക്രിസ്തു വിരോധമാണ്. ക്രിസ്തു ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും.
നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷവാദിക്കുന്ന കർത്താവ് പറഞ്ഞേ. അല്ലാതെ സഭയിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷവാദിക്കുന്ന വിശുദ്ധ എഴുതിയിട്ടില്ല. പഠിക്കാനുണ്ട് പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും. പഠിക്കാത്തവരെ പഠിപ്പിക്കും, ഉറപ്പാ. അത് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ആഗോള യുദ്ധം ഒന്ന് തുടങ്ങിക്കോട്ടെ, ഭക്ഷണം നമ്മുടെ കമ്പനിയിൽ അപ്രത്യക്ഷമാകട്ടെ, പെട്രോൾ ഡീസൽ അങ്ങോട്ട് തീർന്നു പോകട്ടെ, നമ്മൾ ഇരിപ്പ് പഠിക്കും. വചനം അറിയത്തില്ലാത്തവർ വചനം എടുത്തു വെച്ച് വായിക്കും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട ഷൈനിയുടെ സംഭവം ഒറ്റപ്പെട്ടതല്ല. അതുപോലെ ഇപ്പോഴും തുടരുന്നുണ്ട്, പലയിടത്തുമുണ്ട്, പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ട് നമ്മുടെ കണ്ണും കാതും സൂക്ഷിച്ചു വെക്കണം. ഏത് സ്ത്രീകളാണ് വേദനിക്കുന്നത്, ഏത് പുരുഷന്മാരാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഏത് സ്ത്രീകളാൽ പുരുഷൻ പീഡിപ്പിക്കുന്നുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. എവിടെയുണ്ട്, എന്തുണ്ട് സംഭവം, എവിടെയാണ് അനീതി, ഏത് വൈദികരാൽ ആരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്? നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് പ്രതികരിക്കണം, ശക്തമായിട്ട് നമ്മൾ നിൽക്കണം. ക്രിസ്ത്യാനി എന്ന വിശ്വാസി ചുമ്മാ യേശുവിൽ മാത്രം വിശ്വസിച്ച് കൈകൂപ്പി നിൽക്കാനുള്ളതല്ല, ക്രിസ്തുവിനെ പോലെ പ്രതികരിക്കാൻ കഴിയും. ആ പ്രതികരണ ശേഷി നമുക്കില്ലാതെ പോയതുകൊണ്ടാണ്, നമ്മൾ സഭാ നേതൃത്വത്തെ ഭയന്നതുകൊണ്ടാണ്, ലോകകുപ്പായത്തെ നമ്മൾ പേടിച്ചതുകൊണ്ടാണ്, അങ്ങേയറ്റം ബഹുമാനിച്ചതുകൊണ്ടാണ്, അവരുടെ മുമ്പിൽ കൈകൂപ്പിയതുകൊണ്ടാണ് ഇവറ്റകൾ, ഈ മെത്രാന്മാരും അച്ഛന്മാരും, ഈ പുരോഹിത വർഗം എന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഇവർ പുരോഹിതരല്ല എന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം ശരിക്കും പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ക്രിസ്തുവിൽ ആഴപ്പെടാൻ എന്ന് നമ്മൾ വൈകുന്നോ, എങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ആഴപ്പെടാതെ ജീവിക്കുന്നു, നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ട് തീർന്നു. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. വചനം അങ്ങ് വായിച്ചാൽ മതി, മറ്റൊന്നിനും നമ്മൾ നിൽക്കണ്ട. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഫോൺ കോളിലൂടെ വരുന്നു. ദുബായിൽ നിന്ന് വിളിക്കുന്നു, കുവൈറ്റിൽ നിന്ന് വിളിക്കുന്നു, ലണ്ടനിൽ നിന്ന് വിളിക്കുന്നു, കാനഡയിൽ നിന്ന് വിളിക്കുന്നു, ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നു. ഓരോ പീഡനങ്ങൾ. സഭയെന്ന് പറയുന്നത് കുറേ പണം ഉണ്ടാക്കാനുള്ള മീഡിയ മാത്രമാണെന്ന് അവർ വിളിച്ചു പറയുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക എന്നൊക്കെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, അവിടെ ഓരോ വിശുദ്ധന്മാരുടെ പേരിൽ ഓരോ ദേവാലയമാണ്. ആ ദേവാലയം അത് അവിടെ വന്നിട്ട് ഒരു വൈദികർക്കാണ് പ്രാമുഖ്യം. ഫ്രാൻസിസ് വൈദികൻ, ആ വൈദികൻ്റെ പള്ളി അവിടെ കോടാനുകോടി. ഇവിടെ എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ചെമ്പേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ചെമ്പേരി ഫറവനാപ്പള്ളി, അത് ബസലിക്ക പള്ളിക്ക് പ്രഖ്യാപിച്ചു. അവിടെയൊക്കെ നടന്ന ദേവാലയത്തിൽ തിരുനാൾ ലക്ഷങ്ങളാണ് കത്തിച്ചത്. അവിടുത്തെ ഒരു കമ്മിറ്റിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു, ലക്ഷക്കണക്കിന്, ഒരു 20 ലക്ഷം രൂപയെങ്കിലും കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ടും അതിൻ്റെ ലൈറ്റ് മേളങ്ങളും. എന്താ പള്ളിയുടെ മുഖവാരത്തിൽ ലൈറ്റ് ഇട്ടിങ്ങനെ പൊങ്ങുന്നത്, വെടിക്കെട്ട് പോലെയാണ് ലൈറ്റ് സംവിധാനങ്ങൾ. മനുഷ്യനെ അന്ധമാകുന്ന അന്ധവിശ്വാസം, ക്രിസ്തു വിശ്വാസമല്ല ഇതൊന്നും. ഇതൊക്കെ സാത്താൻ്റെ പ്രവൃത്തിയാണ്. തിരിച്ചറിഞ്ഞോ പ്രിയ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ തിരിച്ചറിയിക്കും സർവശക്തനായ ദൈവം. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വക്കിലാണ് നമ്മളുള്ളത്. അത് ആഗോള യുദ്ധത്തിൻ്റെ തുടക്കമാണ്, പിന്നീട് വരുന്ന മഹാപീഡനമാണ്. നിൽക്കില്ല ഒരുത്തിനും. മലാക്കിയുടെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മലാക്കിയുടെ പുസ്തകം അല്പസമയം മുമ്പ് ഞാൻ എടുത്ത് വായിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മലാക്കിയ ദീർഘദർശിയിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനമൊക്കെ നമ്മളെടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിറയ്ക്കും. അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതൊക്കെ സംഭവിക്കാതെ ഒന്നും ഇല്ലാതെയായി പോകുന്ന സംഭവങ്ങളല്ല, അതെല്ലാം ഉടൻ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തി വരികയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഓരോ വചനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, കർത്താവിൻ്റെ വചനം എത്തി എന്നുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഇത് മലാക്കിയുടെ പുസ്തകം, അവിടുന്ന് കർത്താവ് പറയുന്ന 2-ാമത്തെ അധ്യായം, കർത്താവിൻ്റെ ദിനമാസനം, സൈനികരുടെ കർത്താവ് അരുളിച്ചെന്നു, ചൂളപ്പോലെ കത്തുന്ന ദിനം വരുന്നു, അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ഹല്ലേലൂയ. മലാക്യാസ് ദീർഘദർശി, മലാക്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം, അവിടെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു, അന്ന് അഹങ്കാരം കാണിക്കുന്ന എല്ലാ വ്യക്തികളും, അത് വൈദികരെന്നോ മെത്രാനെന്നോ അച്ഛനെന്നോ ഞാനെന്നോ നീയൊന്നും ഇല്ല, അഹങ്കാരികളും ദുഷ്ടന്മാരും, ഇതാ ഇപ്പം കാണിച്ചില്ലേ, ആ തങ്കം പോലെ ഇരിക്കുന്ന ഭാര്യയോടും സ്വർണം പോലെ ഇരിക്കുന്ന പെൺകുഞ്ഞുങ്ങളോടും ചെയ്ത ദുഷ്ടത വൈക്കോൽ പോലെയാകും. ദുഷ്ടന്മാരും വൈക്കോൽ പോലെ, അഗ്നിയിൽ വൈക്കോൽ എങ്ങനെ കത്തിച്ചമ്പലാവുന്നു അതുപോലെ. ഇത് തിരുവചനത്തിലൂടെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ സൂര്യൻ ഉദിക്കും. യേശു ക്രിസ്തുവിനെ ഓർത്ത് ഭയപ്പെടുന്ന അനേകരുണ്ട്. ക്രിസ്തുവിനെ ഓർത്ത് എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ടുവീഴ്ചയും ചെയ്ത് എല്ലാ സഹനം ഏറ്റെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നീതിയുടെ സൂര്യൻ ഉദിക്കും. കർത്താവ് പറയാണ്, ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കാനിരിക്കുന്ന ശിക്ഷ ആസന്നമാണ്.
ഇത് അടുത്ത ദിനം തന്നെയാണ്. സക്കറിയ പറഞ്ഞ പുസ്തകത്തിലേക്ക് വന്നാൽ കർത്താവിൻ്റെ ദിനം സക്കറിയ 14 അടുത്ത ദിനം ജെറുസലേമിനെ കിഴക്കുള്ള ഒലിമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളർന്ന് നടുക്ക് വലിയൊരു താഴ്വരയുണ്ടാകും. ഭൂമി പിളരുമെന്ന് പറഞ്ഞു വരികയാണ് കർത്താവ് സർവശക്തനായ ദൈവം. ഭൂമി പിളർന്നു മാറുന്നത് മനുഷ്യൻ കണ്ണുകൊണ്ട് കാണും. മനുഷ്യൻ ഭയന്ന് വിറച്ചിട്ട് മരിക്കും. അത്ര ഭയാനകമായ പീഡനങ്ങളുടെ കാലം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് നീതി പ്രവർത്തിച്ചവർ, ഇപ്പോൾ നീതി പ്രവർത്തിക്കുന്നവർ, അവർക്ക് മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ. അനീതി പ്രവർത്തിച്ച മുഴുവൻ കർത്താവ് വൈക്കൽ പോലെ കത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണും കാതും ശരിക്കും തുറന്നു വെക്കണം. യേശു ക്രിസ്തുവിനെ ഓർത്ത് തുറന്നു വെക്കണം. എവിടെയാണ് അനീതി, എവിടെയാണ് പ്രശ്നം, ശ്രദ്ധാപൂർവ്വം ഇടപെടാൻ പറ്റുന്നതൊക്കെ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കാൻ പറ്റുന്നത് പ്രതികരിക്കണം. പ്രതികരണ ശേഷിയില്ലാത്ത വെറും കഴുതകളായിട്ട് മാറരുത്, വെറും ചക്കപ്പഴങ്ങളായിട്ട് മാറരുത്. പ്രിയപ്പെട്ടവരെ, നീതി എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, ധീരനാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം പറയുന്നത്, നിന്റെ ദൈവകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഏതാണ് ശക്തി? വിശുദ്ധിയുടെ ശക്തിയാണ് ധീരത, ആത്മധൈര്യം. ആ വിശുദ്ധി കൂടുമ്പോൾ ആത്മധൈര്യം വർദ്ധിക്കും. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ബലഹീനരായിട്ട് മാറും. ഭയപ്പെടുന്നത്, നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? ക്രിസ്തുവിനെ ഭയപ്പെട്ടാൽ മതി. സഭയെ മെത്രാന്മാരെയോ വൈദികരെയോ അല്ല ഭയപ്പെടുന്നത്, ക്രിസ്തുവിനെയാണ് ഭയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ വചനത്തെയാണ് ഭയപ്പെടുന്നത്. വചനമാണ് യേശു. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, എനിക്കറിയാവുന്ന പല കേസുകളുമുണ്ട്. ഞാനത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രമുണ്ട്. എന്നെ വിളിച്ച് പറയുന്ന സഹോദരിമാർ, പീഡ സഹിക്കുന്ന പല സഹോദരിമാർ എനിക്കറിയാം. ചില വിധവകൾ, ചില വിഭാര്യന്മാർ, ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി പല പ്രശ്നങ്ങളാൽ ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവർ, അവർക്കൊക്കെ സന്ധ്യയായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര പേടിയും ഭയവുമാണ്. കാരണം അവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയില്ല. അത്രമാത്രം പീഡ സഹിക്കുന്ന, വേദന സഹിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ശക്തമായ ഒരു ടീമായിട്ട് നിന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും പറ്റിയില്ല. ഒരു 100 പേരുടെ ടീം ഒരു ഇടവകയിലോ ഒരു രൂപതയിലോ ഒരു 100 അംഗ ടീം ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു ചുക്കം ചെയ്യാൻ ആർക്കും പറ്റിയില്ല. നീതി മാത്രം നമ്മുടെ കയ്യിലിരുന്നാൽ മതി. നമ്മുടെ നീതിപീഠം പോലും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. നീതി പ്രവർത്തിക്കുന്നവരുടെ കണ്ടാൽ സർവശക്തനായ ദൈവം മാത്രമല്ല, ലോകത്തിലെ ഏത് വ്യക്തിക്കും നീതിയെ പരിചയപ്പെട്ടാൽ, നീതിയെ അറിഞ്ഞാൽ, നീതിയെ മനസ്സിലാക്കിയാൽ അവർക്ക് ശക്തി ഉണ്ടാവും. നീതിയുടെ പീഠം, നീതിയുടെ കിരീടം നമുക്ക് വേണം. അതാണ് യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ടീം നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാലഘട്ടം അത്ര ദുഷ്ടതയാണ്, അത്ര പൈശാചികമാണ്, അത്ര തിന്മ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത് തിന്മയുടെ യുഗമാണ്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അത് കർത്താവാണ്. ഈ അശുദ്ധിയും മ്ലേച്ഛതയും ഓടിയ കാലം കർത്താവ് പറയുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുന്നതും അശുദ്ധമായിട്ടുള്ള എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ മാത്രമായിട്ട് ശ്രദ്ധിക്കാൻ നമ്മൾ ഇനി വൈകിക്കൂടാ പ്രിയ സഹോദരനെ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം, എൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒരുങ്ങി വരുന്നുണ്ട്. പ്രിയ സഹോദരനെ, പ്രാർത്ഥിച്ചോ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള ഒരുക്കത്തിൽ നമ്മുടെ ആത്മാവും ജീവനും ശരീരവും മനസ്സും അവികലവും പൂർണ്ണമായിരിക്കേണ്ടവരെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.